നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോഹൻ ചേട്ടാ, കരുനാഗത്തോട് ചോദിക്കൊന്നും വേണ്ട, ദേ ഫ്രേ ചേട്ടൻ വന്നു. കാലത്തെ മുതൽ നിന്നെ അന്വേഷിക്കുക. നീ എന്താണ് വൈകിയത്? അതൊക്കെ പിന്നെ പറയാം. പ്രിയ, മോനെ പ്രിയ, എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്ക്. എല്ലാവരോടും ആയിട്ടാ പറയുന്നത്. 2 അർജന്റ് ഓർഡർ ഉണ്ടെന്ന് ഞാൻ കാലത്ത് പറഞ്ഞില്ലേ? ഇന്നും വൈകുന്നേരത്തിനുള്ളില് അത് ഫിനിഷ് ചെയ്തിരിക്കണം. ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണമെന്ന് പ്രിയൻ അത് നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരും. നിങ്ങളെല്ലാവരും പ്രിയന്റെ നിർദ്ദേശം അനുസരിച്ച് വേണം ഇന്ന് ജോലി ചെയ്യാൻ. ഇതാദ്യമായിട്ടാണല്ലോ പ്രിയന്റെ നിർദ്ദേശം അനുസരിക്കണമെന്ന് ഇയാൾ പറയുന്നത്. ഇയാൾക്ക് എന്താ പറ്റിയത്? ഒരാളുടെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറും? സാർ, എല്ലാരും പ്രിയനെ അനുസരിക്കണമെന്നാണോ സാറ് പറയുന്നത്? അതെ. പ്രിയനെ അനുസരിക്കണമെന്ന് സാറ് പറയുമ്പോ എന്നെ അനുസരിക്കണ്ട എന്നൊരർത്ഥം കൂടി ഇല്ലേ അതിന്? ഇന്നൊരു ദിവസം നീയും പ്രിയൻ പറയുന്നത് കേട്ട് ജോലി ചെയ്തോളണം. അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. മനസ്സിലായില്ല? ശരി സാർ. പ്രിയ, ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലുണ്ടാവണം. ആരോടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് നീ ചെയ്തു തരണം. എന്നാ ഞാൻ പോയിട്ട് വരാം. അപ്പൊ ശരി. പ്രിയ, കരുനാഗത്തിന്റെ സ്വഭാവം ആകെ മാറിയല്ലോ. നീ അയാളെ ഗോഡൌണിൽ കൊണ്ടുപോയി ചവിട്ടി കൂട്ടിയോ? കരുണാകരൻ സാറ് പറഞ്ഞാൽ നീയും കേട്ടല്ലോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. എന്തെങ്കിലും പറയാനോ അറിയാനോ ഉണ്ടെങ്കിൽ വൈകുന്നേരം ജോലി കഴിഞ്ഞതിന് ശേഷം മാത്രം സംസാരിക്കുക. പോയി ജോലിയെ. ചേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. വെറുതെ എന്നെ ശല്യം ചെയ്യല്ലേ. ഇന്നെന്താ സ്പെഷ്യല്? ഒരു സ്പെഷ്യലും ഇല്ല. എന്താ ചന്ദ്ര ചേച്ചി, നീ എന്താ ആലോചിക്കുന്നത്? നിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം പോലെ. ഒന്നുമല്ല ചേച്ചി. കഴിക്കുന്നില്ലേ? കഴിക്ക്. പ്രിയ, കരുനാഗം അയാളുടെ പുതിയ ഭരണപരിഷ്കാരത്തിൽ ചെറിയൊരു ഇളവ് വരുത്തിയിരിക്കെ. ലഞ്ച് കഴിക്കാൻ വേണ്ടി ലേഡീസ് കഴിച്ചു കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുന്നു വേണ്ട. നമുക്കേ അവനോട് കൂടെ ഇരുന്ന് കഴിക്കാം. നീ വാ. ഇല്ല, നീ പോയി കഴിക്ക. നീ എന്താ കഴിക്കാത്തത്? വിശക്കുന്നില്ലേ? വിശപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഇന്ന് ഞാൻ ലഞ്ച് കൊണ്ടുവന്നിട്ടില്ല. അത് ശരി, ലഞ്ച് കൊണ്ടുവന്നിട്ടില്ലേ? ലഞ്ച് എടുക്കാതെ ജോലിക്ക് പോകാൻ ആന്റി സമ്മതിക്കത്തില്ലല്ലോ. പിന്നെ ഇന്നെന്ത് പറ്റി? നീ വാ, എന്റെ ലഞ്ച് നമുക്ക് ഷെയർ ചെയ്യാം. വാ. വേണ്ടടാ, നീ പോയി കഴിക്ക. ദേ, കൂടുതൽ ബലം പിടിക്കല്ലേ. വന്ന് കഴിക്കടാ. വാടാ, വാ, വാടാ. അവന്റെ ജാട. പ്രിയ നേരത്തെ കഴിച്ചോ? കയ്യിലെ ലഞ്ച് ബോക്സ് ഒന്നും കാണുന്നില്ലല്ലോ. കൊണ്ടുവന്നെങ്കിലല്ലേ കാണൂ. എന്റെ ഫുഡ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞപ്പോഴേ സാറിനൊരു മടി. ഞാൻ പിടിച്ച പിടിയാലെ കൂട്ടിക്കൊണ്ട് വന്നതാ. അപ്പോ ഇന്ന് പ്രിയചേട്ടന് ഇടിയപ്പത്തിന്ന് ഒരു മോചനം കിട്ടും. പ്രിയൻ ഫുഡ് കൊണ്ടുവന്നിട്ടില്ലെന്ന് വെച്ച് പട്ടിണിയാവത്തൊന്നുമില്ല. മോഹം മാത്രമല്ല, ഞാനും തരും. എന്റെ പ്രിയചേട്ടനല്ലേ,
എന്റെ പ്രിയചേട്ടൻ കഴിക്കാതിരിക്കുമ്പോ ഈ അനിയത്തെ കഴിക്കാൻ പറ്റോ? ഞാനും തരും. ഇങ്ങോട്ട് ഒന്ന് വാടാ. മാറിക്കേ ചേച്ചി. ഇരിക്കടാ. ഇരിക്ക്. ദാ നമുക്ക് രണ്ടുപേർക്ക് ഇതൊന്ന് കഴിക്കാം. പിടിക്ക്. എനിക്ക് വേണ്ട സൗസോ. ദേ കൂടുതൽ സ്റ്റൈൽ കളിക്കല്ലേ. ഞാൻ വരുതരാം. കഴിക്കൂന്ന് അറിയണമല്ലോ. ദാ കഴിക്ക്. ഇനി തന്നാ മതി, ഞാൻ കഴിച്ചോളാം. ഇതിന്ന് കഴിക്കാൻ പറഞ്ഞപ്പോ വലിയ സ്റ്റൈൽ കാണിച്ചില്ലേ? ഇനിയിപ്പോ ഞാൻ തരുന്ന കഴിച്ചോണം. കഴിക്ക്.